ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓണമൊക്കെ കഴിഞ്ഞു. ഇല്ല, ഇന്നലെയായിരുന്നു ഓണം. ഞങ്ങൾക്ക് ഓണമില്ലായിരുന്നു. അപ്പം ഞാനൊരു നല്ലൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ചെറുപയറാണ്. ഇത് ഞാൻ രാവിലെ ഉപ്മാവിന് വേണ്ടി ചെറുപയർ ഉണ്ടാക്കിയപ്പോൾ പുഴുങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ പുഴുങ്ങി വെച്ചിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ വെച്ചാൽ പെട്ടെന്ന് ബുദ്ധി ഉദിച്ചു, അത് ഞാൻ എടുത്തതാണ്. ഒരു കപ്പ് ഫുള്ളില്ല. അതേപോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതാണ്, അതും നുറുക്കി വെച്ചിരിക്കുകയാണ്. അത് ഏകദേശം ഈ അളവൊക്കെ തന്നെ, എല്ലാം ഒരേ അളവായിട്ട് വരും. തേങ്ങ മാത്രം കുറച്ച് കുറവാണ്, ശർക്കര ഇച്ചിരി കൂടുതൽ, അത്രയേ ഉള്ളൂ. ശർക്കര ചിലപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണ്ടി വരുവാണെങ്കിൽ കുറച്ചും കൂടി ഇടേണ്ടി വരും. പിന്നെ ഒരു 3-4 ഏലക്ക പൊളിച്ചു വെച്ചിരിക്കണം, പൊടിച്ചിട്ടില്ല, വെറുതെ പൊടിച്ച് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കാണാം എന്താ ബാക്കി ചെയ്യേണ്ടതെന്ന്. ജാറെടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇതിൽ ഈ പാടിഞ്ഞ തേങ്ങ കൊത്തിയെടുത്ത് അതിനകത്ത് തേങ്ങ കൊത്തിയിട്ട് ഇതിലിട്ടാണ് ഞാൻ ചിരണ്ടി എടുക്കുന്നതിന് പകരം. അപ്പോൾ അതാണ് ഇത് കിടക്കണേ. അതിലോട്ട് ഞാൻ എടുത്ത് വെച്ച ഒരു 3-4 ഉണ്ട് ഏലക്ക പൊളിച്ചു വെച്ചിരിക്കുക. അത് ഞാൻ ഇതിലോട്ടിട്ടു. ഇനി അതിലേക്ക് പഴം, ഇത് പുഴുങ്ങിയ പഴമാണ്. അത് ഞാൻ അതിട്ടുണ്ടാക്കണമെന്നില്ല, പച്ചപ്പഴം ഇട്ടുണ്ടാക്കാം. അതും ഇതിലോട്ടിട്ടു. ഇതിൻ്റെ കൂടെ ഈ തേങ്ങ ചിരണ്ടിയത് അതും ഇടുകയാണ്. നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇതാ മിക്സിയിലിട്ടൊന്ന് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോണത്, ഇതിലേക്ക് പയറുണ്ടല്ലോ, ചെറുപയർ പുഴുങ്ങിയതാണ്, ഇത് ഇതിലോട്ടിടാം. അതിട്ടു. അതിൻ്റെ കൂടെ ചേർത്ത് ശർക്കരയും കൂടെ അതിലോട്ടിടുകയാണ്. എല്ലാം കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം, ഒരു ഡിഷിനകത്ത് ഇട്ടിടാം. ഇവിടെ 1 കപ്പ് അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കൂല, ആ അരിപ്പൊടിയാണ്. ആ അരിപ്പൊടി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനത് ഇതിലോട്ട്, ഈ മിക്സിലോട്ട് ഇടാൻ പോകുന്നു. ഒരുമിച്ച് ഇടുകയല്ല, കുറേശ്ശെ നമുക്കിടാം. എന്നിട്ട് മിക്സ് ചെയ്യണം. നോക്കണം നമുക്ക്. നമ്മളെടുത്ത് വെച്ച ആ 1 കപ്പ് മാവ് ഞാൻ ഇതിലോട്ടിട്ട് വെച്ചു. അപ്പോൾ എല്ലാം ഒരേ അളവായിട്ട് വരും. അതായത് ആ 1 കപ്പിൻ്റെ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ എല്ലാം അളന്നെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് അളവ് കിട്ടും നമുക്ക്. കണ്ടോ? ഇതിപ്പോൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ, കുഴയ്ക്കണ പോലെ, പരത്തണ രസോല് കുഴയ്ക്കണ പോലെ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കൂടുതൽ എണ്ണയാണ് ഒഴിക്കേണ്ടത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേ ചെറിയ ഉരുളകൾ ഉരുട്ടി ഇടാം. എല്ലാം നമുക്കിതുപോലെ ഇട്ടില്ല. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഓരോ ഉണ്ടയായിട്ട്, ഉണ്ട കണ്ടോ, എല്ലാം ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എടുക്കാൻ പോവാണ് ഞാൻ. ഇവിടെ ഈ പുതിയ പലഹാരം എങ്ങനെയുണ്ട്? നല്ല സ്വാദാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം പല്ലില്ലാത്തവർക്ക് പോലും സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഇത് അത്രയും സോഫ്റ്റാണ്. കണ്ട നല്ല മുരിഞ്ഞ പോലെയാണ്, പക്ഷെ കണ്ടോ ഇത്ര സോഫ്റ്റാണ്. വളരെ സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട്. നമ്മുടെ ബാക്കി വന്ന സാധനങ്ങൾ, ഇവിടെ ബാക്കി വന്ന സാധനം ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പഴം പുഴുങ്ങിയത് ബാക്കി ഒരെണ്ണം വന്നു,
പയർ പുഴുങ്ങിയപ്പം അത് കുറച്ച് കൂടുതൽ വന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് പുതിയ പലഹാരം ഉണ്ടാക്കി. പക്ഷെ നല്ല അടിപൊളി സ്വാദാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓണം കഴിഞ്ഞുള്ള ക്ഷീണത്തിലിരിക്കുകയായിരിക്കും. എല്ലാവർക്കും എങ്കിലും എൻ്റെ ഒരു ഓണാശംസകൾ കൂടി ഇരിക്കട്ടെ.